ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മീൻ കറിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഫ്രൈ പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ കറി തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ നിന്ന് തയ്യാറാക്കുക, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ സബോള കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട തക്കാളിയാണ്. ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സബോളയുടെയൊക്കെ കളറ് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല കുറുകിയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പച്ചച്ചവ മാറി കിട്ടുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതാ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ തണുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉലുവയൊന്ന് പൊട്ടി വരണം. അപ്പോൾ മീൻകറി തയ്യാറാക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയിലൊക്കെ തയ്യാറാക്കാൻ നോക്കുക, അപ്പോൾ നല്ലൊരു രുചി തന്നെ കിട്ടും. അപ്പോൾ അതാ ഉലുവയെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നിട്ട് എണ്ണയെല്ലാം മുകളിലേക്ക് വരും. അപ്പോൾ അതുവരെ നന്നായിട്ട് തിളക്കണം. അപ്പോൾ ആ എണ്ണയെല്ലാം മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് മീൻ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അയില നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അയിലക്ക് പകരം നിങ്ങൾക്ക് ചാളയും എടുക്കാവുന്നതാണ്. ഏത് മീനാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മീനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ വേവുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം.
അതിലായത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ സമയത്തൊക്കെ ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ കറിയെല്ലാം തിളച്ച് വരുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മീനെല്ലാം വെന്ത് കിട്ടും. നോക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. അപ്പോൾ നാളികേരമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.